ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജനുവരി മാസം 15-ാം തീയതി മകരമാസം 2-ാം തീയതി ബുധനാഴ്ച, സമയം രാവിലെ 6 മണി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചുയരുകയായിരുന്ന സ്വർണ്ണവില 13 ദിവസത്തിനിടെ പവന് 1200 രൂപയ്ക്ക് മുകളിൽ ഉയർന്ന് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയായ പവന് 58,640 രൂപയിൽ എത്തിയതിനു ശേഷം ഇന്നലെ താഴേക്കിറങ്ങുകയായിരുന്നു. പേരിന് മാത്രം കുറവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് കുറഞ്ഞത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $2,690 പരിധി വരെ ഉയർന്ന സ്വർണം താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ $2,670 പരിധിയിൽ എത്തിയിരുന്നു. ഇന്ന് വീണ്ടും താഴേക്കിറങ്ങി $2,665 പരിധിയിൽ വ്യാപാരം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന US പേറോൾ ഡാറ്റകൾക്ക് ശേഷം $ഡോളർ മൂല്യം ഉയർന്നതാണ് സ്വർണ്ണവില താഴേക്ക് ഇറങ്ങാൻ ഇടയായത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്തും നേരിയ കുറവിനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $2,665. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,996 രൂപ, 1 പവൻ 63,970 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,997 രൂപ, 1 പവൻ 47,978 രൂപ. ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 7,330 രൂപ, 1 പവൻ 58,640 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 96 രൂപ, 1 കിലോ 96,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്